നളിയേത്തി ഈ പേസ്റ്റ് ഒന്ന് എടുത്തു തരുമോ? വേഗം പല്ലേച്ചോളൂ, കുളിച്ചിട്ട് അമ്പലത്തിൽ പോണ്ടേ. ഏയ് നിക്ക്, വീഴണ്ട നീ. നളിയേത്തിന്റെ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചേ, തൊടുന്നെല്ലാം പൊന്നാകണമെന്നും പൊന്നു തീർക്ക അവർ തട്ടാൻ വേണമെന്നും ആയിരിക്കും. അത്ര വലിയ ആശയൊന്നുമില്ല സുമിത്രേ. കൃഷ്ണന്റെ ബിംബത്തിന് മുന്നിലാ നിൽക്കുന്നെങ്കിലും എന്റെ പാതി പ്രാർത്ഥന കൃഷ്ണനോടുള്ളൂ, മറ്റേ പാതി സ്വർഗത്തിലുള്ള എന്റെ അമ്മയോടാ. അതിന് പക്ഷേ പ്രാർത്ഥന എന്നും പറയാൻ പറ്റില്ല. വേദന അത്. എന്റെ വേദന ഞാൻ എന്റെ അമ്മയോടല്ലാതെ മറ്റാരോടാ പറഞ്ഞു തീർക്കുക? ഈ നളിനിയത്തിയോട് എന്ത് പറഞ്ഞാലും ഇതാ, ചിരിപ്പിക്കാൻ പറഞ്ഞാലും ഏടത്തി കരച്ചില്ല കൊണ്ടെത്തിക്കുക. എങ്ങനെ ചിരിക്കാനാ ഞാൻ? പെറ്റമ്മയല്ലാത്തൊരമ്മ പാലല്ല ഊട്ടുക, തീയ. ആ തീ മാത്രം തിന്നിട്ട് എത്ര കാലം വെച്ചിട്ടാ തള്ളി നീക്കുക? മതിയെടുത്തി, ഇതൊക്കെയൊന്ന് അവിടുന്ന് പുറത്തിറങ്ങി നടക്കുമ്പോഴെങ്കിലും എല്ലാം ഒന്ന് മറന്നൂടെ? മറക്കാൻ നോക്കാഞ്ഞിട്ടല്ല സുമിത്രേ, അപ്പോഴാ ഓരോന്നും തേട്ടി തേട്ടി വരിക. ഇത്തിരിയെങ്കിലും ഒരു ആശ്വാസം രഘുക്കുട്ടനാ. പിറന്നത് അവരുടെ വയറ്റിലെങ്കിലും നിനക്കറിയാലോ, അവന് ഞാൻ വെച്ച ജീവനാ. പിന്നെ അമ്മാവൻ, നീ, അമ്മ തന്നേച്ചും പോയ വീണയും ഇത്രയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു? ഓർക്കുമ്പോ തന്നെ നടുക്കുക. ഏയ്, ഒരാളെ മറന്നു. അടിമുടി വർണ്ണിച്ച് കവിത എഴുതി നോമ്പ് നോറ്റ് കുത്തിയിരിപ്പില്ലേ ഒരാള്? ആ, ഇപ്പോഴാ ഓർത്തത്. ഉണ്ണേട്ട ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന പേരിടാത്ത ആ കഥയില്ലേ, അതിന്റെ ഒടുക്കലത്തെ അധ്യായം കിട്ടിയില്ല കേട്ടോ എനിക്ക്. അയക്കണേ മുമ്പ് കൊണ്ടുതരണേ. അയച്ചു ആവോ? നളിനിയത്തി വായിച്ചില്ലല്ലോ. ഇല്ല. ആ, എന്നാ അയച്ചിട്ടും ഉണ്ടാവില്ല. കൊണ്ടുവരാ ഇന്ന് തന്നെ. നളിനിയത്തി, ദേ വാരത്തെ മാവിന്റെ തുഞ്ചത്തൊരു പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ കാണാനില്ല. അത് കാക്ക അണാർക്കണ്ണ തിന്നിട്ടുണ്ടാവും. അണ്ടി കൂടനേ. അണ്ടി മുക്കണ്ണൻ സന്യാസി കാശിക്ക് പോകുമ്പോ ചങ്ങാത്തം പോയിരിക്കും. നൂണ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ പോരെ. അണ്ടി അണ്ണാറക്കണ്ണൻ തിന്നിട്ടുണ്ടാവും. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഞാൻ വരട്ടെ? വരാ അങ്ങട്. പിന്നെ പോവാ. റൈറ്റ്. ശ്രീധരം ചെവിതല കേൾപ്പിക്കില്ല മനുഷ്യനെ. നേരം വെളുക്കുമ്പോ തുടങ്ങും ഇത് മരിച്ച് മുമ്പിൽ വെച്ചിട്ട്. തൊടിയിൽ 4 നേന്ത്രവാഴക്കന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ തടവൊന്ന് ചിക്കി കൊടുത്താലോ? പശുക്കൾ കിടന്ന് അമർന്നത് കേട്ടില്ലേ? ഒരു പിടി വൈക്കോല് പിടിച്ചിട്ട് കൊടുത്താലോ? അതെങ്ങനെയാ? മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി പോവില്ലേ? തൊട്ടേനും വെച്ചനും പണിക്കാരെയും കാത്തിട്ടിരുന്നു. കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നത്?
ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെയല്ലേ ചെയ്യണേ. പിന്നെന്തിനാ ഇളയമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണേ? തറുതല കെട്ടില്ലേ ഞാൻ ഉണ്ടാക്കുന്നത് ബഹളം. ഇവള് മൂക്കുമുട്ട തിന്നിട്ട് പോയി ഇതും വെച്ച് കിരികിരേന്ന് കരയിച്ചോണ്ടിരുന്ന ബാക്കിയുള്ളൊരു കമാന്നും മിണ്ടാൻ പാടില്ല. കേവം തന്നെ നിന്റെ ന്യായം. പോ രേക്കൂട്ടം പോയി ഡ്രസ് ചെയ്യ്. സ്കൂളിൽ പോകാൻ സമയമായി. അതുകൊണ്ട് നിനക്കാവില്ല. അവൻ എത്താത്തടത്ത് കയറിയുള്ള തുണി മുഴുവൻ വലിച്ചു താഴെയിട്ടാ ആർക്കാ ചെയ്തല്ലേ? അപ്പ ഇതുപോലൊരു അവതാരം ഈ 7-14 ലോകത്തിലുണ്ടാവില്ല. ടീച്ചർ ഒരു രാക്ഷസിയുടെ കഥ പറഞ്ഞല്ലോ. ആളുകളെ കണ്ട ഗർന്ന് ചിരിച്ചിട്ട് വരും അത്രേ. കടിച്ചു നിന്നിട്ട് എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടുവിടും അത്രേ. അമ്മ അതുപോലെ ഒരു രാക്ഷസിയല്ലേ? അങ്ങനെയൊന്നും പറയരുത്. മോന്റെ അമ്മയല്ലേ. ചീത്ത കുട്ടികൾ അങ്ങനെയൊക്കെ പറയാട്ടോ. മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ? ഞാനേ അരീക്കുളങ്ങര പത്മാവതിയമ്മയുടെ ഉടം വരെ ഒന്ന് പോവാ. കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം, മറക്കണ്ട. കുളിമുറി കിടക്കണ തുണിയെല്ലാം അലമ്പിടാൻ നോക്ക്. വൈകിട്ടായ മഴക്കാറുണ്ടാവും, ഉണങ്ങില്ല. പിന്നെ വെറുതെ തലകുലിക്കിട്ട് കാര്യമില്ല. പറയണതൊക്കെ മണ്ടയ്ക്കകത്ത് കയറണുണ്ടോ? മോന്ത വീർപ്പിച്ചിട്ട് എന്താ കാര്യം? കണ്ടറിഞ്ഞ് ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നോക്കാം. വഴിവിളക്കിന്റെ വെളിച്ചം ജനൽക്കടന്നെത്തി ചുവരിൽ വരയ്ക്കുന്ന നിഴൽചിത്രം നോക്കി മൈഥിലി കിടന്നു. ദൈവത്തിന് കണ്ണു പിന്നാമ്പുറത്തായിരിക്കണം, അല്ലെന്നും കാരുണ്യം ഉറവെടുത്തു ചുരത്തുന്ന ദിവ്യ ജ്യോതിസായി, കേഴുവോർക്ക് സാന്ത്വനമായി, തീണ്ടുവോർക്ക് കനൽ ശരങ്ങളായി മുന്നിൽ തന്നെയാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നെന്തേ, എങ്ങനെ ദൈവനിന്ദ തന്നിൽ കുടിയേറി തമ്പടിച്ച് കൊടിനാട്ടി? മതി, അവിടെ നിർത്ത്. ഉണ്ണീട്ട് എഴുന്നതൊക്കെയും തന്നെത്താനെ വായിച്ചാലേ അതിനൊരു സുഖമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിർത്തണം. എന്നിട്ട് അതിന്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതിലലിഞ്ഞ് എങ്ങനെയാ അത് പറയേണ്ടത് എനിക്കറിയില്ല. ഇന്നാ പിടിച്ചോ. നിങ്ങളായി നിങ്ങളെ പാടായി ഇടയ്ക്ക് നിൽക്കുന്നതിന് വഷളാക്കുന്നൊരു ഏർപ്പാട്. എല്ലാം തന്നെത്താൻ അങ്ങോട്ട് ആയിക്കോളൂ. വെറുതെടി, തമാശ. ഈ ജയിലിൽ നിന്ന് എപ്പോഴാണ് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുക? വരണോടത്തും പോണോടത്തും എല്ലാം അച്ഛൻ ഏട്ടത്തിന്റെ ജോലിക്കാരും പറയുന്നുണ്ട്. വേഗം ഒന്ന് ശരിയാക്കിട്ടാൻ പ്രാർത്ഥിക്കുക, അത്ര തന്നെ. പ്രാർത്ഥിക്കാഞ്ഞിട്ടപ്പോ കാക്കക്കുറത്തികൾ പറയണേലും കാര്യമുണ്ടെന്നാ തോന്നണേ. തലയിലെ വര എനിക്കത് ശരിയില്ലാന്ന് തോന്നുന്നു. കരയണ്ട കരയണ്ട, കരഞ്ഞ ഞാനങ്ങ് പോവും. വെച്ചരശ്. അങ്ങനെ രാഘവൻ നാരെ തളച്ചിടാൻ നോക്കണ്ട കുട്ടീഷ്ണ. കൊടുക്കാൻ ഞാൻ തന്നെ കൊടുക്കും തോന്നണു. ആയിട്ടില്ല, വഴിയുണ്ട്. അതും അങ്ങോട്ട് പറഞ്ഞു തരന്നാ. നോക്കി കണ്ടുപിടിക്കടോ. ആ എന്തായി കുട്ടന്നേരെ? അവിടെ ഒഴിവുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേങ്കിലെ പഴയ ടീച്ചർ പോയതിന്റെ പിറ്റേന്ന് തന്നെ എത്തിയിരിക്കണു അത്രേ 4-5 എണ്ണം. മന്ത്രിന്റെ ശുപാർശയും കൊണ്ടുവന്നതിനെ വെക്കുകയും ചെയ്തു അത്രേ. ഏതവന്റെ കയ്യും കാലും പിടിച്ചിട്ടാലും വേണ്ട കുട്ടന്നാരെ. ഒരു ജോലിയായി നേരം വിളിച്ചാകുമ്പോ ഒരു വഴിക്കിറങ്ങിപ്പോയാ ആ ശൂർപ്പണയുടെ ചീറ്റും തൊഴിയും അത്രയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ അതിന്. അതുകൊണ്ടാ. അതുമല്ല, ആ കുട്ടിയുടെ ജന്മനാലുള്ള ഒരു ആഗ്രഹ പാട്ട് ടീച്ചർ ആവണമെന്ന്. എന്നാ കഴിയണതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി അത് നമ്മുടെ കയ്യിലല്ലല്ലോ. ജോലി അല്ലാണ്ട് അതിനൊരു മോചനം എന്ന് വെച്ചാൽ കുട്ടന്മാർക്ക് അറിയൂലോ. ഇവിടുത്തെ ജാതകത്തില് അങ്ങനെ ഒരു ഏടാ കൂടെ ഉള്ളതുകൊണ്ടാ. 26 ആവാണ്ട് പുടമുറി പാടില്ലെന്നാ. അതിന്റെ അർത്ഥം അവൾക്ക് ശാപമോക്ഷത്തിന് ഇനിയും കൊല്ലം 2 കാത്തിരിക്കണമെന്നാ.
100 ആയുസ നിനക്ക്. മുത്തനാലിന്റെ അവിടുത്തെ വളവ് ഇങ്ങോട്ട് തിരിയുമ്പോ ഓർത്തേ ഉള്ളൂ നിന്റെ കാര്യം. എന്താ ഓർത്തത്? വല്ല ഇടവഴിയിലോ പൊന്തക്കാട്ടിലോ നിപ്പുണ്ടാവുന്നോ? അല്ലാണ്ടെങ്ങനെയാ? ഇങ്ങനെ പാത്തും പതുങ്ങി നിന്നിട്ട് വേണമല്ലോ എനിക്ക് കാണാനുള്ളവരെ കാണാൻ. ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യം നിനക്കും അറിയാം, എനിക്കും അറിയാം. എന്റെ വീട്ടിലാണെ അച്ഛനുണ്ടാവും, സുമിത്ര ഉണ്ടാവും. അപ്പൊ പിന്നെ ഇത് തന്നെ വഴി. മുകളിൽ ആകാശം, താഴെ ഭൂമി, നടുക്ക് നമ്മൾ രണ്ടും. നമുക്ക് നമ്മുടെ ഈ തങ്കരഥവും. ഇത് തന്നെ മോളെ സ്വർഗം. വാ കേറിങ്ങോട്ട്. അവര് നോക്കുന്നു. അവര് നോക്കട്ടെ. ഉണ്ണിയേട്ടാ നിർത്ത് ഉണ്ണിയേട്ടാ. ഇല്ല, എനിക്ക് പേടിയാവുന്നു ഉണ്ണിയേട്ടാ, നിർത്ത്. നിർത്തി. ഞാൻ ഇനി ഉണ്ണിയേട്ടുള്ള വഴിക്ക് വരില്ല ഇങ്ങനെയാണെങ്കിൽ. നീ എന്റെ സ്വന്തമെന്ന് നാട് മുഴുവൻ അറിയണ കാര്യമാണ്. പിന്നിപ്പോ 4 ആള് കണ്ടാലെന്താ? സത്യം പറഞ്ഞ ഉണ്ണിയേട്ടനോട് എനിക്ക് ദേഷ്യ വരുന്നത്. ഉണ്ണിയേട്ട ഒരു ദുഷ്ടനാ. ചെകുത്താന്റെയും കടലിലെയും നടുക്കെന്ന് പറഞ്ഞ പോലെയാ ഇവിടെ എന്റെ സ്ഥിതി. അതിന്റെ ഇടയിലാ ഉണ്ണിയേട്ടനെ ഈ പാട്ടും കൂത്തും. ചേച്ചേ കരയാ? ഇതല്ലേ പറഞ്ഞ വേണ്ടാന്ന്. നിന്റെ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ. ഞാനൊന്ന് പൊട്ടിച്ചിരിച്ച് കാണിച്ചാലെങ്കിലും നിന്റെ മുഖത്ത് ഒരു ഇത്രയെങ്കിലും തെളിച്ച ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് മാത്രാ ഞാൻ ഈ കോപ്പറാട്ടിയെല്ലാം കാട്ടണേ. ചിലപ്പോ തോന്നും ജോത്സ്യവും കബഡിയും അവന്റെ പണ്ടാരവും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കൊത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ അങ്ങേ തലയ്ക്കൽ എവിടെയെങ്കിലും ചെന്ന് കൂടിയാലോ എന്ന്. പക്ഷേ അച്ഛനെ ഓർക്കുമ്പോഴാ എന്നെ സുമിത്രനെ പോലെ തന്നെയോ ചിലപ്പോ അതിനേക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ അച്ഛൻ. അച്ഛന്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാനെങ്കിലും ഇത്രയും പുറത്ത് നമ്മള് കുറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ? അതാ. കണ്ടില്ലേ, എനിക്ക് ഇന്നത്തെ പൂരത്തിനുള്ള വകയായി. ഞാൻ സഹിച്ചോളാം. അതിന് ഉണ്ണീട്ടന എനിക്കൊരു ധൈര്യം.